Okay, hi guys. Welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഡിജി. നമ്മുടെ അബോധയുടെ മെഡിക്കൽ കോഡിംഗ് കോഴ്സിന് ശേഷം ഇപ്പൊ പ്ലേസ്ഡ് ആയിരിക്കുന്ന ഒരു കുട്ടിയാണ്. സോ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. എനിവേ ഹായ്. ഹായ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. ഒമേഗയിലാണല്ലേ കയറിയേക്കുന്നത്? യെസ്. ഒമേഗ കയറിയേക്കാണ്. അപ്പം എങ്ങനെയുണ്ട്? അവിടെ ഇപ്പൊ ട്രെയിനിങ് ആണ്. അപ്പൊ ട്രെയിനിങ് ആണ് അവിടെ. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ സ്കോർ 90 അബോവ് സ്കോർ വാങ്ങണം. ആക്ച്വലി ലാസ്റ്റ് 2 എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് അവർ പ്ലേസ്മെന്റ് കൺഫേം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം എങ്ങനെയാണ് അബോധയിലേക്ക് വന്ന ജേർണി ഒന്ന് പറയാം? ഞാൻ ആക്ച്വലി ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മളിപ്പോൾ കൊറോണയൊക്കെ ആയല്ലോ. 2019 ഞാൻ നവംബറിലായിരുന്നു ഡെലിവറി ചെയ്ത്. 2020 ഇതേപോലെ കൊറോണയുടെ പ്രശ്നമൊക്കെ വന്നപ്പോൾ വീട്ടിൽ തന്നെ. പിന്നെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് പിന്നെ ഇല്ലല്ലോ, കൊച്ചൊക്കെ ഉള്ളതല്ലേ, പിന്നെ വീട്ടിൽ പ്രായമുള്ളവർ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഇരുന്ന സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റിയിട്ട് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ അബോധ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് പഠിച്ചിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടിയതിന് ശേഷം പൈസ കൊടുത്താൽ മതി എന്നൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ്. മാം ബേസിക്കലി ഏതിലാണ് ഡോക്ടറേറ്റ് ഉള്ളത്? ഞാൻ ഹോമിയോപ്പതിയിൽ. ഹോമിയോപ്പതിയാണ്. ഓക്കെ ഓക്കെ. എവിടെയാണ് അപ്പൊ പഠിച്ചതൊക്കെ? ഞാൻ ചെന്നൈ MGR യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പഠിച്ചത്. പഠിച്ചതല്ലേ? അപ്പം അബോധയിൽ വന്നു. ഇപ്പൊ മെഡിക്കൽ കോഡിംഗ് ആക്ച്വലി എങ്ങനെയാണ് ഈ മെഡിക്കൽ കോഡിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടേ? എനിക്ക് ആക്ച്വലി ഈ ഹെൽത്ത് കെയർ ഈ IT ഫീൽഡിനോട് എനിക്ക് ആക്ച്വലി നല്ല താല്പര്യം ഉണ്ടായിരുന്നു പണ്ട് മുതൽ. ഞാൻ +2-ലാണെങ്കിലും ജാവ കോഡിങ്ങിൻ്റെ ഇൻഫോർമാറ്റിക് പ്രാക്ടീസ് എന്ന സബ്ജക്റ്റാണ് എടുത്ത് വെച്ചത്. അതിന് നല്ല സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ തീരുമാനിക്കുന്നത് പോലെ ആയിരുന്നല്ലോ നമ്മുടെയൊക്കെ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് പിന്നെ ഹോമിയോപ്പതിയിലോട്ട് പോയത്. അപ്പൊ മെഡിക്കൽ കോഡിംഗ് ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അബോധയുടെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാമിന്റെ ബിസി ഷെഡ്യൂളിന്റെ ഇടയ്ക്ക് ക്ലാസ് കുഴപ്പമില്ല. നമുക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുക അപ്പോൾ എടുത്ത് നോക്കിയാലൊക്കെ മതി. പിന്നെ കുറച്ചും കൂടി എന്താ പറയുക, ഒരു അബോധയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സാം ഓറിയൻറ്റഡ് ആണ്, പ്രാക്ടിക്കൽ അല്ല. നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇത് കിട്ടത്തില്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അബോധയിൽ പഠിപ്പിക്കുക. മെഡിക്കൽ റെക്കോർഡിംഗ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ബെനിഫിറ്റ് ആയല്ലേ? അപ്പൊ ഹൗസ് വൈഫ് ആയതുകൊണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റി. ലൈവ് ക്ലാസ് കയറുമായിരുന്നു മാം? ഇല്ല, ഞാൻ ലൈവ് ക്ലാസ്സിലൊന്നും എനിക്ക് ഇതുവരെ കയറാൻ പറ്റില്ല. കാരണം കൊച്ച് ഇപ്പോൾ 1.5 വയസ്സായുള്ളൂ. അപ്പോൾ ഞാൻ അബോധ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചും കൂടി കുഞ്ഞായിരുന്നല്ലോ. ലൈവ് ക്ലാസ്സിലൊന്നും എനിക്ക് ഓൾറെഡി ബേസിക് ഉണ്ടല്ലോ. എനിക്ക് ജസ്റ്റ് ആ കോഡിങ്ങിൻ്റെ ഇത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒമേഗയിൽ പോയപ്പോൾ കുറച്ചും കൂടി ഒരു തറോ നോളേജ് ആയി അതിനെ പറ്റിയിട്ട്. കാരണം അബോധയിൽ നമുക്ക് എന്താണ് തിയറി ബേസ്ഡ് ആണ് എല്ലാം. നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളേജ് കിട്ടത്തില്ലല്ലോ. ഇതിൻ്റെ ഈ എൻകോഡറിൻ്റെ ഈ കോഡിങ്ങിന് എൻകോഡർ പ്രോ എന്നൊക്കെ പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് വെച്ചിട്ടൊക്കെയാണ് ചെയ്യണം. അപ്പോൾ അതിപ്പോൾ ഒമേഗയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ ആ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ടൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പിന്നെ ഒരു ബേസ് നോളേജ് നമുക്ക് അബോധയിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പം മാമിന് ഇപ്പം നമ്മുടെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മീൻസ് ലൈക്ക് PPT പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നല്ലോ. മീൻസ് റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിലും എക്സ്പ്ലനേഷൻ. അപ്പം ഫാക്കൽറ്റി സൈഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു മാം ക്ലാസ് ഒക്കെ? ഞാൻ ആക്ച്വലി ഇന്നേരെ ഫാക്കൽറ്റി ആയിട്ട് ഞാനൊരു ഇത് സംസാരിച്ചിട്ടൊന്നുമില്ല. കാരണം ഇവളെ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യുന്നൊരു ഓപ്ഷൻ നമുക്ക് അബോധയിലില്ലല്ലോ. ലൈവ് ക്ലാസ് അല്ലെങ്കിൽ പിന്നെ നേരിട്ട് കോൾ ചെയ്യുന്നൊരു ഓപ്ഷൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇല്ലായിരുന്നു അബോധയിൽ. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവർ എന്തോ ലൈവ് സെക്ഷൻസ് ഉണ്ട്. ലൈവ് സെഷനിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല, ഇപ്പൊ ലൈവായിട്ട് കിട്ടുമ്പോൾ ഞാൻ കൊച്ചിന്റെ പുറകെ നടക്കും. അതാണ്. അപ്പൊ ലൈവ് സെഷനിലൊന്നും പഠിക്കില്ല. അപ്പൊ നമ്മുടെ ഈ മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേ പ്ലേസ്മെന്റിന്റെ കാര്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സാറ്റിസ്ഫൈഡ് ആയിരുന്നോ പ്ലേസ്മെന്റിന്റെ കോർഡിനേഷനൊക്കെ? മോക്ക് ഇന്റർവ്യൂ ആക്ച്വലി എനിക്ക് മോക്ക് ഇന്റർവ്യൂ ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കുറെ കിട്ടിയിട്ടില്ല മോക്ക് ഇന്റർവ്യൂ. അബോധയിലേക്ക് വരാൻ പോകുന്ന പുതിയൊരു മെഡിക്കൽ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയോട് മാം എന്താണ് പറയാനുള്ളത്?
അവോധയിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസി ഷെഡ്യൂളിൽ ലൈഫാണ്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒഴിവുള്ള സമയങ്ങളിലൊക്കെയാണ് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോധയിൽ ചേർന്ന്, അവിടെ പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആണ്, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം. ഡൗട്ട്സ് ക്ലിയറൻസിനാണെങ്കിൽ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. പിന്നെ ഇപ്പം മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം വളർന്നു വരുന്നൊരു ഫീൽഡാണ്. ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിപ്പോൾ അവോധയിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബേസ് തന്നെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതാണ് മെഡിക്കൽ കോഡിങ്ങിൽ. Okay, thank you ഓക്കെ so much, ma'am. All the ഓക്കെ very best. ഓക്കെ താങ്ക് യു.